നശിപ്പിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നൊരു എന്താ പറഞ്ഞേ, ഈ ദിവസം മൊത്തത്തിൽ ചെയ്യാൻ നമുക്കൊരു പ്ലാൻ ഉണ്ട്. എന്താ അതെന്തിനാ അങ്ങനെ ചെയ്യില്ല? അവര് കളിച്ചില്ലല്ലേ, എന്തിനാ തട്ടിട്ട് ആയിട്ടിട്ട് അവര് ചിഞ്ചു എന്തിനിട്ടിട്ട് അമ്മൂറ്റ രാവിലെ വന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് അവർ കളി തുടങ്ങി. ഓക്കെ, പ്ലാന് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുകളിലൊരു റാപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ റാപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ കണ്ടോ, വേഫെയർ ഫിലിംസ്. കുറേ ആളുകൾക്ക് അറിയായിരിക്കും. ഇത് ദുൽഖറിൻ്റെ പ്രൊഡക്ഷനാണ്. ഞാൻ അവരുടെ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടിയെന്ന് പറഞ്ഞിട്ട് മൂവി ചെയ്തു. അതിൻ്റെ ഡബിങ് പാക്കറ്റിലേക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡബിങ് പോയപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. കാരണം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ പൊതുവെ അങ്ങനെ എന്താ മീൻസ് നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഗിഫ്റ്റ് നൽകിയ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ല ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി മേടിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഗിഫ്റ്റായിട്ട് തരിക എന്ന് പറയുന്നൊരു വലിയ കാര്യമില്ല. എല്ലാവരെയും ഓർത്തു എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾക്കൊക്കെ ചിലപ്പം മറ്റു ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉണ്ടായിരിക്കാം. എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ദുൽഖർ സൽമാനും ഒക്കെ സെറ്റ് ചെയ്ത് മേടിച്ചെന്നൊക്കെ പറഞ്ഞൊരു സംഭവമല്ലേ. താങ്ക് യു ദുൽഖർ സൽമാൻ ആൻഡ് അമാൽ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് വലിയ കാര്യമാണ്. പിന്നെ ഷൈൻ ടോൺ ചാക്കോയും പിന്നെ അഹാനയും ആണ് മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ത്രൂഔട്ടൊരു ഫാമിലി സബ്ജക്റ്റ് കൂടിയാണ്. ത്രൂഔട്ടുള്ള സബ്ജക്റ്റ് ഞാൻ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യം അല്ലേ. യെസ്, ഇതിൻ്റെ കാർഡൊക്കെ പുറത്തായിരുന്നു കേട്ടോ. പിന്നെ വന്ന ഉടനെ ഈ ആക്രാന്ത മൂത്ത് പിള്ളേരെന്താണെന്നറിയാനുള്ള ആകാംക്ഷയ്ക്ക് വലിച്ചു പൊട്ടിച്ചപ്പം അതെല്ലാം പോയി. അപ്പം അമ്മയ്ക്ക് ആകാംക്ഷ ഭയങ്കര കൂടുതലായതുകൊണ്ട് എന്താണെന്ന് നോക്കാം. ആദ്യം ഇതാ ഒരു കാർഡാണ്. അവരുടെ ഒരു താങ്ക്സ് ഉള്ള, അവരുടെ ഫാമിലിയിൽ ഒത്തുചേർന്നതിൻ്റെ ഒരു താങ്ക്സ് ആയിട്ടൊരു കാർഡാണ് മൊത്തം. മീൻസ് എന്താ, അവർ രണ്ടും കൂടെ ദുൽഖറും അമാലും കൂടെ ചേർന്നിട്ടുള്ളൊരു വേഫെയർ ഫാമിലിയിൽ വന്നതിൻ്റെ ഒരു താങ്ക്സ് ഗ്രീറ്റിങ്സ് എന്നാണ് പറയാം. ഇത് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. റോസിൻ്റെ ഭയങ്കര സ്മെല്ലുണ്ട്. ഇത് ഇവിടെ നിന്നാണെന്ന് ഞാൻ ആദ്യം സംശയിച്ചത്. ഞാൻ കാറിനെ വന്നിട്ട് എറണാകുളം നിന്നാണ് കേട്ടോ കാണിച്ചത്. അപ്പം ആദ്യം ഒരു ചോക്ലേറ്റ് മധുരം കഴിച്ച് തുടങ്ങാം. ഞാനത് പൊട്ടിക്കാണ്ട് വെച്ചിരിക്കായിരുന്നു സത്യം പറഞ്ഞ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. എനിക്കല്ല നിങ്ങളെ കാണിക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊട്ടിക്കാതെ വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ലിപ് ബാമാണ്. എല്ലാം ഈ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അടുത്തൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ്. വീണ്ടും പ്ലെയിൻ ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണ്. ഇതാ, ഇവനെ നമുക്കൊന്ന് പൊട്ടിക്കാം. സീൽഡ് ഉണ്ട് ഇതിന്, പൊട്ടിച്ചോ. ഇത് ഡ്രിങ്കിങ് ചോക്ലേറ്റ് പൗഡറാണ് കേട്ടോ. ഇത് നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ പാലൊക്കെ നമ്മൾ കോഫി പൗഡറായിട്ട് കോഫി പൗഡർ ചോക്ലേറ്റ് പൗഡറായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല പ്യുവറാണ്, നല്ല സ്മെല്ലുണ്ട്. പക്ഷേ ഈ ബോക്സിന് മൊത്തം നല്ലൊരു ഗുഡ് സ്മെല്ലാണ് എപ്പോഴും. കാര്യം ഒരു ഈ റോസിൻ്റെയും ജാസ്മിൻ്റെ എന്തൊക്കെയോ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതൊരു നല്ലൊരു ബ്യൂട്ടി സോപ്പാണ്. എന്താ പറയുക, ഒന്നത് ഇത് ഫേസ് മാസ്ക്. എല്ലാം നമ്മളൊരു കുറേയൊക്കെ മേക്കപ്പ് അല്ല ഫേസ് റിലേറ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊരു റോസ് വാട്ടറാണ്. ഓക്കെ, ഇതൊരു ക്ലെൻസറാണ്, മേക്കപ്പ് ക്ലെൻസറാണ്. വീണ്ടും ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ബിസ്ക്കറ്റ് ഡാർക്ക് ചോക്ലേറ്റ്. പൊട്ടിക്കണോ? പൊട്ടിച്ചോക്കാം അല്ലേ? നമുക്ക് ഒരുമിച്ച് ചോദിക്കാം, കഴിച്ചോ. ആദ്യം കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങാം.
ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങിയത്. കാരണം ഇന്നലെ തൊട്ട് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ചെയ്യണം, നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങൾ പെട്ടുപോയതുകൊണ്ട് അത് നടന്നില്ല. ഇനി രാവിലെ തന്നെ ആ പരിപാടി നടത്താമെന്ന് വിചാരിച്ചു. രാവിലെ നോക്കുന്നുണ്ട്. ഹലോ, ആ പരിവാക്കില്ലേ ഇനി എന്തിനാ അത് വലിക്കണേ? ആ തന്നെ ഒരു പാക്കറ്റ് വേണ്ട ചോക്ലേറ്റ്. ഡയറി പ്ലാനർ, ഇതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത് പ്ലാനറാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലാതെ ജീവിക്കുന്നത് എനിക്കായിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എന്നാലും ഭയങ്കര രസമല്ലേ. പാപ്പു, പാപ്പുവിന്റെ മെയിനോ ഇത്? പാപ്പു എന്താണ് നടക്കാൻ നോക്കാൻ പാപ്പിട്ട് അവന് പാപ്പിട്ട് ഓർഞ്ഞിട്ടുണ്ടോ? ഓർഞ്ഞിട്ടാ ഇങ്ങനൊരു ഇയർ ഒരു ഡയറി, അതാണ് എന്നാ സ്റ്റാൻഡിങ് കലണ്ടറാണിത്. നോട്ട്സ് ഇപ്പം നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഡെയിലി നോട്ട്സ് അങ്ങനെയുള്ള സംഭവം. സ്റ്റാൻഡിങ് കലണ്ടർ, ഓക്കെ. ഇനി എന്താ, ഒരു മഗ്, ഇതിനൊരു നല്ലൊരു കവറുണ്ടാക്കും. ഞാൻ ജസ്റ്റ് തുറന്നു നോക്കിയാൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്ട്രോങ് കപ്പ്. ഇതാണ് എൻ്റെ ഒരു വലിയ ഗിഫ്റ്റ്. എനിവേ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ടീം, വെൽഫെയർ ടീം മൊത്തത്തിൽ. സിനിമയുടെ ഡയറക്ടർ പ്രക്ഷോഭാണ്, പ്രക്ഷോഭ്, റൈറ്റർ രതീഷ്. പ്രക്ഷോഭ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനു മുന്നേ ചെയ്ത അന്വേഷണം, ലില്ലി മുതലായ സിനിമകളൊക്കെ ചെയ്ത അദ്ദേഹമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ രതീഷേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രതീഷേട്ടൻ നമ്മൾ ഇഷ്ക് ആ മൂവീസൊക്കെ ചെയ്ത അതിൻ്റെ റൈറ്ററാണ്. പിന്നെന്താ, പിന്നെ ഇവരുടെ ഇത് വെൽഫെയർ ഫിലിംസ്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടീമാണ്, നല്ല സബ്ജക്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏകദേശം ഡബിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, നല്ല കുറേ എനിക്ക് ഒത്തിരി നല്ല സുഹൃത്തുക്കളെ കിട്ടിയ ഒരു സ്ഥലമായിരുന്നു. ഓക്കെ, അപ്പോൾ സിനിമയുടെ പേര് ഒരിക്കൽ കൂടി പറയുകയാണ്. സിനിമയുടെ പേര് അടിയെന്നാണ്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ദുൽഖർ സൽമാൻ ആൻഡ് അമ്മാൻ ഫോർ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. പിന്നെന്താ, എൻ്റെ ടീം എല്ലാവർക്കും, കാരണം ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു നിമിഷത്തിൽ താങ്ക്സ് പറയണം. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ വരുമ്പോൾ പോയി കണ്ട് നിങ്ങൾ സന്തോഷിക്കുക. മാത്രമേ ഉള്ളൂ. ആ പിന്നെ അടുത്ത പരിപാടി എന്താ, കട്ടൻ. കോഫി ഇടാന്ന് വിചാരിച്ച് വന്നതായിരുന്നു, പക്ഷെ അതിപ്പോൾ നടന്നില്ല. കാര്യം അവിടെ പുറത്ത് നൂറ കടന്ന് ഒരേ ബഹളം. അവൾക്കിപ്പോൾ റോയൽ കനയും വേണം. അപ്പോൾ അവൾക്കൊന്ന് കൊടുത്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാമെന്ന്. വായോ 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 വായോ. രാവിലെ അങ്ങനെയാണ്, അത്യാവശ്യം അവൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ കിട്ടിയില്ല, ഇവിടെ കിടന്ന് കാറി പൊളിക്കും. വാവേ വാടാ കുഞ്ചു, കുഞ്ഞാവേ അങ്ങോട്ട് പോകണ്ട. നോർമലി ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇറച്ചി കൊടുക്കുന്നത് രാവിലെ. പക്ഷേ റോയൽ കാനൻ അത്യാവശ്യം. പൊന്നു പോയി കഴിക്കടാ കുഞ്ഞുട്ടാ, വാ എണീച്ചു വാ പൊന്നൂട്ടനെ വാ, എനിക്ക് വായോ, നമ്മുടെ കണ്ണു വായോ, നമ്മുടെ കണ്ണു വായോ തിങ്കൂട്ടൻ എണീച്ചു വാ 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 വാ. മതി മതി, ചൂടും വെയിലും കൊണ്ട് കിടന്നത്. ഇവിടെ വെയിൽ കൊണ്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ആഹാ, അമ്മയ്ക്കുള്ളത് മക്കളും മക്കൾക്കുള്ളത് അമ്മയും കഴിക്കും. കഴിക്കടാ കുഞ്ചു. വായോ അമ്മ, തങ്കു വായോ അമ്മ, പൊന്നുമണി. ഭാവിക്ക് ഒരുപാട് ആളുകൾ പേരൊക്കെ അയച്ചിട്ടുണ്ട്, അമ്മയൊന്നും സെലക്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണേ. കുഞ്ചു കഴി, ചെല്ല് കഴിക്കിടി പൊന്നു.
എന്ത് ഇത്ര ആലോചന? അവിടെ ഒരു പേപ്പർ, ഒരു ബോക്സ്, ഒരു എന്താ പറയുന്നൊരു ഇതിൻ്റെ കവറായിരുന്നു, ഒരു ചാവിയുടെ. അപ്പോൾ അത് കളിക്കാനിട്ട് കൊടുത്താ അതൊരു പരിവാക്കി. കണ്ട തന്നെ ഒരാളുടെ കളി, അവർ ഓടിപ്പിടുത്തം കളിക്കുന്നു. തൊട്ട് കളിച്ചേ ചിങ്ങണോ. പൊന്നുമണിക്ക് വേണ്ടേ? ഭാവിക്ക് എന്താ വേണ്ടേ? വാവേ ഫുഡ് വേണ്ടേ? ഭാവിക്ക് കുഞ്ഞിന് വേണ്ടേ ഭക്ഷണം? പോയി കഴിക്ക്. ആഹാ രാവിലെ എഴുന്നേറ്റതേ ഉള്ളതാണ് ഇവിടെ കട്ട അടി. ഹലോ നോക്ക്, മുട്ടേന്ന് വിരിയുന്നതിന് മുന്നേ ഉള്ള അടിയാണ് ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ നിന്ന് എൻ്റെ പണി നടക്കുകയില്ല. അപ്പം ഞാൻ കോഫിക്ക് വെള്ളം വെച്ചു. ബ്ലാക്ക് കോഫിയാണ് കേട്ടോ. അപ്പോൾ തിളക്കട്ടെ. യെസ്, അപ്പോൾ കാപ്പി റെഡി. കാപ്പി എടുക്കട്ടെ. വേറെ എന്താ ഇവിടെ കഴിക്കുന്നത് കഴിഞ്ഞ് പോയോ? ഇവിടെ ഓറഞ്ച് കൂട്ടൻ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ മേടിച്ച് ഫുഡ് മേടിച്ച് കഴിക്കുന്നുണ്ട്. അവിടെ നിള എവിടെ ഉണ്ടായിരുന്നു? നിള ഇത് അപ്പുറത്ത് പോയിട്ട് വിളിച്ചിരിക്കുന്നു. ഓറഞ്ച് പെട്ടെന്ന് വിശപ്പ് വന്നു. അതുകൊണ്ട് ഓറഞ്ച് കൂട്ടിനുള്ള ഫുഡ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാപ്പി കുടിക്കാം. അപ്പോൾ കാപ്പി എടുക്കട്ടെ. വെയിറ്റ്. ഓക്കെ, ബ്ലാക്ക് കോഫി റെഡി. വിത്തൗട്ടാണേ. ചിലപ്പം ഗ്രീൻ ടീ കുടിക്കും. ചേച്ചി കാപ്പി വേണ്ട, ഉറപ്പാണോ? ശരി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കാപ്പി കുടിക്കുന്ന സ്ഥലം. അടുക്കളയിൽ തന്നെ ഇരുന്ന് കാപ്പി കുടിക്കാം. രണ്ടുള്ള ശേഷം ഒരു ആരോഗ്യ ബിസ്ക്കറ്റും കൂടെ കഴിക്കാം. ഇപ്പോൾ കാപ്പി ആരോഗ്യ ബിസ്ക്കറ്റ് ചെറുതായിട്ട് വെയിറ്റ് കൂടിയെന്ന് സംശയം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഡയറ്റിലാണ്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പാല്, ഷുഗർ ഐറ്റംസ് എല്ലാം കട്ട് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പെട്ടെന്ന് വെയിറ്റ് കുറയും. അത് മാത്രമല്ല, നമുക്ക് മധുരം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ആരോട്ട് ബിസ്ക്കറ്റൊക്കെ വേണമെങ്കിൽ കഴിക്കാം. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് വെയിറ്റ് കുറയാനുണ്ട്. എനിക്കും ഒരുപാട് വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് ഒരു ആരോട്ട് ബിസ്ക്കറ്റ്. മധുരം ഭയങ്കര കുറവുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി പരിപാടികളിലേക്ക് കൊടുക്കട്ടെ. ഒരാൾക്കുള്ള ഫുഡ് കൊടുക്കണം. വീട്ടിലുള്ളപ്പോഴത്തെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, അവരെ ചുറ്റിപ്പറ്റിയൊക്കെയാണ്. രാവിലെ ഒരു 11 മണി വരെ അവർക്ക് ഫുഡും കൂടി തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ എനിക്കെൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് പണിത്തിരക്കുകളുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടി പോവാണേ. ഒന്നുമല്ല, പിള്ളേരുടെ ഒരു ജനറൽ ചെക്കപ്പ്. അപ്പോൾ വാക്സിനേഷനൊക്കെ ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആളെ ഒന്ന് 2 പേർക്ക് ഓക്കെ ആണോ, ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരുടെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളെ വീട്ടിലിരിക്കുമ്പോൾ തലജീകാനൊക്കെ ഉള്ളു, അല്ലെങ്കിൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ റെഡി, വേറൊന്നുമില്ല, കമ്മലിട്ടേക്കാം. അല്ലെങ്കിൽ ഞാൻ ഡേമുണ്ട്. യെസ്, അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ പേഴ്സ് എടുക്കണം, വാലറ്റ് എടുക്കണം, ഫോൺ എടുക്കണം. പിള്ളേരെ സൂക്ഷിച്ച് വെക്കണം. വാതിൽ തുറന്ന അപ്പോൾ അവിടെ വീടിനകത്ത് കയറി പാപ്പുവിനെ ഓർമ്മ അപ്പോൾ തല്ലാൻ വേണ്ടിയിട്ട് ഫോൺ റെഡിയാകിയത്. അപ്പോഴാണ് വാ ഇങ്ങോട്ട് കുഞ്ഞു പോയി പിള്ളേർ എടുത്തിരി. കളിച്ച നമ്മുടെ കുഞ്ഞി പെണ്ണേ, ചിങ്ങടി പെണ്ണേ, നിന്നെ കെട്ടിച്ചു വിടുന്നു. നോക്കോ, ആ അല്ലേ, നിന്നെ ഇപ്പൊ തൽക്കാലം കൂട്ടിയിടാം. ഞാൻ പിള്ളേരായിട്ട് ഇറങ്ങട്ടെ. ഹായ് ബേബീസ്, നിങ്ങൾ വരുന്നില്ല? കുഞ്ചൂസ് എഴുന്നേക്ക, വാ. അവരുടെ ബാസ്കറ്റ് ഇടട്ടെ. ഇനി
ഇതിലൊക്കെ ആണ് കളർഫുള്ളായിരിക്കട്ടും. കളറെടുക്കണമല്ലോ കുഞ്ഞിന്. എന്നാടി ചിന്നുമണി എന്റെ നീ വരുന്നുണ്ടാ? കുഞ്ഞാ വരുന്നില്ല ഇപ്പം. അവരെ രണ്ടുപേരെ കൊണ്ടോ കുഞ്ഞാ കുഞ്ചു കുഞ്ചു വരണ. കുഞ്ചു മാറുണ്ട്. മോനോട്ട് മാറടാ. അമ്മിന്റെ സ്നോ എവിടെ? ഇവിടെ സ്നോ ബേബി എവിടെ? ഒളിച്ചിരിക്കണ രണ്ട് മഹാത്മാക്കളും ഇങ്ങോട്ട് വരേണ്ടതാണ്. ഇവിടെ ഓണം ഉമ്മ വാ ഇങ്ങട്. വരുന്നില്ല. ഇതാ ഓർമ്മ ചിമ്മിണി. ഇനി നമുക്ക് ടാറ്റ പോയിട്ട് തുടങ്ങാം. ഓക്കെ ബേബീസ്. ബേബി അവിടെ മാറും. ഡിങ്കൂസിനെ അടച്ച് ഇനി ഉറങ്ങിക്കോ. കൊച്ചിനെ കൊണ്ടോട്ടെങ്കില് കൊണ്ടോട്ടെ. എല്ലാവരുടെ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പാടാ മുൻപേ. മോർണിംഗ് വാ. ഇതായിരുന്നു കുറുമ്പ് കുറുമ്പച്ച ബേബി. പോയിട്ട് വരാമേ. ഡിരി ഇവിടെ ഇരി. ഒന്ന് ഉറങ്ങ്. അയ്യോ ഉറങ്ങാൻ അവരെയാ പറഞ്ഞത്, കുഞ്ഞിനോടല്ല. അത് തുറന്നു തരണ്ട. ഞാൻ ഇറങ്ങട്ടെ. ആദ്യം നീ പയ്യ വന്നാ ലോക്ക് തുറന്നിട്ടുണ്ട്. ചിമ്മു വരുന്നില്ല. ചിമ്മു വരുന്നില്ല. അമ്മയുടെ കൂടി ഇപ്പോ ഇവർ രണ്ടുപേരും വരുന്നുള്ളൂ. ഇപ്പൊ ചിമ്മുവിനെ പിന്നെ കൊണ്ടുപോകുമ്മ. എവിടെ എന്റെ ചിന്നുമ്മ എവിടെ വരണം അമ്മയുടെ കൂടെ? അയ്യോടി ചിന്നു വരുന്നുണ്ട് അമ്മയുടെ കൂടെ. ഭയങ്കര കുറുമ്പാണ് കേട്ടോ ആൾക്ക്. അയ്യോ ഞാൻ ചാവി എടുത്തില്ല. അടിപൊളിയായിരിക്കും. എന്ത് നമ്മളിപ്പോ എത്തും. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു വാക്സിനേഷനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് ജനറൽ ചെക്കപ്പ് ഒന്ന് ചെയ്ത് നമുക്ക് പറ്റിയ പിന്നെ വാക്സിനേഷൻ എടുക്കണം. പിന്നെന്താ രണ്ടുപേര് പുതിയ വീടുകളിലേക്ക് പോകാനുള്ള സമയമായി ആക്ച്വലി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വാക്സിനേഷൻ ഒക്കെ എടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പുതിയ വീടുകളിലേക്ക് പോവുകയാണ് കുഞ്ഞുമക്കളൊക്കെ. കാര്യം അവരെ കുഞ്ഞുപോലെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ വീടുകളിലേക്ക് വലിയ താമസിക്കാതെ കുഞ്ഞുമക്കളൊക്കെ പോകും. എനിക്ക് ആ ദിവസം സത്യം പറഞ്ഞ് ഓർക്കാൻ പറ്റില്ല. ഭയങ്കര എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. സോ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും കൂടെ മീൻസ് ഇനിയും കുഞ്ഞുങ്ങൾ വരുമല്ലോ നോർമലി. അപ്പോൾ പിന്നെ എനിക്കത് എല്ലാവരെയും കൂടെ നോക്കാൻ പ്രോപ്പറായിട്ട് കെയർ, കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ചിലപ്പോൾ കെയർ ചെയ്യാൻ പറ്റുന്നിരിക്കില്ല. എല്ലാവരും കൂടെ ആകുമ്പോൾ കുഞ്ഞുങ്ങളില്ലേ. അപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളും തിരക്കുമൊക്കെ ആകുമ്പം അത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് എന്താ അവിടെ നോക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ടാണ് പുതിയ വീടുകളിലേക്ക് കുഞ്ഞുമക്കളൊക്കെ പോകുന്നത്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ കുഞ്ഞുമക്കൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. സന്തോഷം. അപ്പം നമുക്കിനി ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇന്ന് ഒരു ദിവസത്തെ മുഴുവൻ കാഴ്ചകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. പറ്റുന്നിടത്തോളം അതിൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഷൂട്ടില്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ. ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ ഇവരുടെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നതൊക്കെ. എന്താ പറയുക, അവരുടെ ഹെൽത്ത് കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുക എല്ലാ കാര്യങ്ങളും. അതിൻ്റെ കൂടെ അത്യാവശ്യം എൻ്റെ കുറച്ച് പർച്ചേസുകളും കാര്യങ്ങളും എന്താ പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും ചിലപ്പോഴൊക്കെ. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പം ചെറിയ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്താണ് കുഞ്ചു എൻ്റെ ശരി ശരി ഇങ്ങോട്ടാ കൊണ്ടുവന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമാണ് രണ്ടുപേർക്കും. ഇപ്പം നിളയൊക്കെയാണ് ഇപ്പം ഇതിലൂടെയൊക്കെ നടന്നേനെ. ഇപ്പം എന്നെ എപ്പോഴും കൊണ്ടുവന്നാണല്ലോ. ടൂർ പോകുന്ന വ്യക്തിയാണല്ലോ. ഏറ്റവും കൂടുതൽ ടൂർ പോയിട്ടുള്ളത് എനിക്കൊന്ന് നിളയാന്ന് തോന്നുന്നുണ്ട്. ഒന്നും ഞാൻ പറയണില്ല, മിണ്ടണില്ല. പ്രശ്നം തീർന്നല്ലോ. ആൾക്ക് ഇഷ്ടപ്പെടണില്ല ഞാൻ വർത്തമാനം പറഞ്ഞതുകൊണ്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി
വലിയ കുഴപ്പമില്ല ആൾക്ക്, രണ്ടാൾക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. 2 കുഞ്ചൂസും ഇപ്പോൾ കിടന്ന് ഉറങ്ങുമോ, ഞാൻ തിരിച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ പിന്നെന്താ, ഒന്നും കഴിച്ചില്ല ഇതുവരെ ആയിട്ടും. രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചത് കണ്ടല്ലോ, അതിന് ശേഷം ഒന്നുമേ കഴിക്കലേ. അപ്പോൾ കഴിച്ച് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ഒന്ന് ജീവൻ നേരെ വരുത്താൻ. സമയം എത്ര 2 മണിയായി. 2 മണി വരെ ഞാൻ കാണുന്ന ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് രാവിലെ തന്നെ കൊണ്ടുപോയത്. അപ്പോൾ അത് കഴിഞ്ഞു, 2 പേരും ഓക്കെയാണ്. അപ്പോൾ അതൊരു വലിയ സമാധാനം. സത്യം പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മര്യാദയ്ക്ക് എന്താ ഭക്ഷണമൊന്നും ഇറങ്ങുകയെന്ന് വേണമെങ്കിൽ പറയാം. ആകെ വിഷമാവും, ടെൻഷനാവും. ഇതിപ്പോൾ ഒന്നുമില്ല, അവർക്ക് കുഴപ്പമില്ല എന്നറിയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പോയിട്ട് ഇപ്പോൾ എന്ത് കഴിക്കാമെന്നുള്ളൊരു ആലോചനയിലാണ്. ഓക്കെ, അങ്ങനെ വീട്ടിലെത്തി പിള്ളേരുടെ അമ്മയുടെ എത്തിച്ചു. അപ്പോൾ ഞാനൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഒന്നല്ലൊരു പാക്കറ്റ് ജ്യൂസാണ് കേട്ടോ. ക്രാൻബെറിയുടെ ഒരു ജ്യൂസാണ്. എൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. എല്ലാവർക്കും അത് ഇഷ്ടമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ മരുന്നിൻ്റെ മണത്തിൽ തോന്നും. അപ്പം ഇനി എന്താ, ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇത് കഴിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. എനിക്ക് ഇഷ്ടമാണ് ചെറിയൊരു ഗീയുടെ സ്മെല്ലൊക്കെ വരും. ആരെയും ബോധിപ്പിക്കാനില്ലാത്തത് അത്ര ഒരു ഷേപ്പ് പെർഫെക്ഷൻ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് യെസ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയുടെ ഒരു മണം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഓക്കെ. അപ്പോൾ അടുത്ത ചപ്പാത്തിയുമായി ഇത് അത്യാവശ്യം കേട്ടോ. സമ്മതിക്കണം, ഭയങ്കര തന്നെ ഭീകരി തന്നെ ഭീകരി. നമ്മുടെ ജ്യൂസ് ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇതാ ഫില്ലിങ് വെക്കാൻ പോവാണേ. ഞാൻ ഈ ഫില്ലിങ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്, ദാറ്റ് മീൻസ് ഈ മസാല എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. ഞാൻ പൊതുവെ എരിവ് ഭയങ്കര കുറവായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, 1 മിനിറ്റ് റെഡിയാണ്. അപ്പോൾ എരിവ് കുറച്ച് ഇങ്ങനെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ ഇത് ഇങ്ങനെ ചെയ്താൽ. കാര്യം എന്താ, നമ്മളൊരു റോളൊക്കെ കഴിക്കുന്നൊരു ഫീൽ ഉണ്ടാവുകയും ചെയ്യും. ചപ്പാത്തി ചുമ്മാ കഴിക്കാനുള്ള ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെയും കഴിക്കാമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം ഞാൻ എൻ്റെ വയറിനെ ഭക്ഷണം കാണിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് അലമ്പുണ്ടാക്കും. അപ്പോൾ എന്താ, ഫുഡ് കഴിക്കണം. അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി. ഞാൻ രാവിലെ ചിലപ്പോൾ സമയത്തൊക്കെ ചിലപ്പോൾ ഓട്സ് കഴിക്കുന്നു, പക്ഷെ അതും കഴിച്ചില്ല. പിള്ളേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാന്ന് നടന്നില്ല. അപ്പോൾ കഴിക്കട്ടെ, കഴിച്ചിട്ട് പറയാമേ. നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ. രൂപത്തിൽ ചെറിയ വർഷം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് ഇത് കുഴക്കുന്നത്. അറിയാവുന്ന അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. പുതിയ റെമഡീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണമേ. നുറുങ്ങു വിദ്യയുടെ ചൂടുവെള്ളത്തിനകത്ത് വെള്ളത്തിനകത്തേക്ക് ഉപ്പ് ഒക്കെ ഇട്ട് ഞാനൊരു സ്പൂൺ പിന്നെ എന്താ ഒലിവ് ഓയിലും കൂടെ ചേർക്കും. ഒലിവ് ഓയിലാണ് ഇപ്പം എന്താ പറയുക, ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്കാണ് ഞാൻ മാവ് ഇട്ടിട്ട്, അതായത് 1/2 ഗ്ലാസ് വെള്ളം എടുത്താൽ 1/2 കപ്പ് വെള്ളം എടുത്താൽ 1 കപ്പ് മാവ് കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. 15 മിനിറ്റ് കഴിക്കും. ഇത് പക്ഷേ 10 നേരം വയ്ക്കും. രാവിലെ കുഴച്ച് വെച്ചാണ് കഴിക്കാൻ വേണ്ടിയിട്ട്.
ഞാൻ കഴിച്ചിട്ട് പോകുന്നത് വെച്ചു. പിന്നെ ഡോക്ടർ 2 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലേറ്റായി, കഴിയാൻ ലേറ്റായി. ഓക്കെ, എനിക്കൊരു ഫില്ലിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനകത്ത്. ചിക്കനാണ്. അപ്പോൾ ബാക്കി എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയണം. ഞാൻ മൊത്തം കഴിക്കുന്ന കാണിച്ചു കൊതി വന്നാലോ? വേണ്ട, കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ചേട്ടാ ബാബ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഓടി വന്നതാണ് അമ്മയുടെ അടുത്ത്. ഇവിടെ ഇരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് ഇങ്ങനെ എൻ്റെ കൊച്ച്, നമ്മുടെ കുഞ്ച് ഞാൻ വന്നിരിക്കുക. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പവനാണ് ഈ വീട്ടിലെ ഏറ്റവും കുഞ്ഞെന്നുള്ള രീതിയിലാണ് ചില സമയത്ത് പെരുമാറ്റം അല്ലേ നമ്മുടെ തക്കുടു? അങ്ങനെ ആണോ? പാടാ അവിടെ നോക്ക്. ഇത് കണ്ട ഇതാരായിട്ട്? അയ്യോ, ഒരു കണ്ണടച്ച് പിടിച്ചിരിക്കണ കള്ളക്കുറുമ്പേ. ഉഞ്ചു ആടാ ഇത്? ആരാ ഇത്? ഇതിനൊരു കണ്ണടച്ച് പിടിച്ചിരിക്കണേ. അതങ്ങനെ ഒരാള് ചക്കരമുത്ത്. ഞാൻ എൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസാലക്കൂട്ടല്ല, ഞാൻ ചിക്കനൊക്കെ വെച്ചിട്ട് ചപ്പാത്തിയുടെ റോൾ ചെയ്ത് കഴിച്ച ഒരു സംഭവം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ. ഭയങ്കര ഈസിയാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാ, അപ്പം ഞാൻ എൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസാലക്കൂട്ടല്ല, ഞാൻ ചിക്കനൊക്കെ വെച്ചിട്ട് ചപ്പാത്തിയുടെ റോൾ ചെയ്ത് കഴിച്ച ഒരു സംഭവം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ. ഭയങ്കര ഈസിയാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാ. ഓക്കെ, അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ചു. എന്താ ഇതിപ്പോൾ ഞാൻ ചോപ്പ് ചെയ്തതിൻ്റെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ ജസ്റ്റ് ഇതാ ഒലിവ് ഓയിലാട്ടോ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഒരുപാടൊന്നും ചെയ്യില്ല, ഒരു 1.5-2 സ്പൂൺ വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ഡയറ്റിൻ്റെ ഭാഗമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ചെയ്താൽ വേറൊരു പ്രത്യേക സ്മെല്ലുണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാനിതാ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. 1 ടീസ്പൂൺ അത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കരിക്കണ്ടെന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. അതിനകത്തേക്ക് ഇതാ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഒരു 2 സവോള, ഒരു മീഡിയം സൈസുള്ള 2 സവോള ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. എണ്ണ പൊളിച്ചിരിക്കുന്നത്, അപ്പോൾ അത് നിങ്ങൾ എടുക്കാം. ഓക്കെ, ഉപ്പിട്ടു. ഇത് എന്താ എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ്, ഈ ഒരു രീതിയിൽ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ കൊള്ളാമെന്ന് തോന്നി, കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എവിടുന്നോ ഞാനിങ്ങനെ പപ്സിൽ കഴിച്ചപ്പോൾ ഒരു മസാലയിൽ പപ്സ് കഴിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നൊരു മസാലയുടെ ടേസ്റ്റ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി. ഒരു പരീക്ഷണമായിരുന്നു, പരീക്ഷണമാണല്ലോ ജീവിതം. എനിവേ അത് ഒത്തു വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കൊള്ളാൻ തോന്നി, ഹെൽത്തിയാണ്. അപ്പോൾ ഇതാ ഏകദേശം സവോള റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാനിതാ പച്ചമുളക്, എനിക്ക് എരിവ് വളരെ കുറവുമായിട്ട് യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാനിതാ പച്ചമുളക്, ഒരു അര പച്ചമുളക്, അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. അര പച്ചമുളക് പോലും ഇല്ല കേട്ടോ, 4 പച്ചമുളക്, അത് ചെറുതായിട്ടായിരുന്നു ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് അതും ചേർക്കുന്നത്. പിള്ളേരെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ പാപ്പക്കുട്ടനും ഓറഞ്ച് കൂട്ടനും ഇങ്ങനെ ഇതിനകത്തുണ്ട്. സിംബ വേറെ എവിടെയോ പോയി ഉറങ്ങുകയെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളെ അകത്തുണ്ടായിരുന്നു, പുള്ളിക്കാരിയും എവിടെയോ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഞാനിവിടെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. വിശക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു മേടിക്കും ഓറഞ്ച് കൂട്ടൻ, അത് വേറെ കാര്യം. പാപ്പൂന് അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെന്താ, പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പാത്രത്തിന് മുകളിൽ കയറുക, അല്ലാതെയും അവരിങ്ങനെ ഈ മുകളിൽ നമ്മൾ എന്താ കിച്ചൺ സ്ലാബിൻ്റെ ഇവിടെ കയറുകയോ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ
കൊണ്ട്, അതായത് ഇവർ എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് കുഞ്ഞിലെ മാത്രം അങ്ങനെ ഒരു ശീലം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം വാൺ ചെയ്തു. നോ പറഞ്ഞ് 2-3 പ്രാവശ്യം നോ പറഞ്ഞു കഴിയുമ്പോൾ അവരത് കേൾക്കാറുണ്ട് പൊതുവെ. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ്. സ്നേഹത്തോട് പറഞ്ഞാൽ നമ്മൾ ആരും കേൾക്കുമല്ലോ അല്ലേ. കുറച്ച് പ്രാവശ്യം ചിലപ്പോൾ പറയേണ്ടി വരും, എന്നാലും നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇത് ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആ ഒരു സബോളയുടെ പച്ചക്കുത്തലും ഉള്ളിയുടെ ആ ഒരു എന്താ പച്ചമുളകിൻ്റെ പച്ചക്കുത്തലും വെളുത്തുള്ളിയുടെ ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്കൊരു ഇത്തിരി മഞ്ഞപ്പൊടി, ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുള്ള മഞ്ഞപ്പൊടി. തീ കുറച്ച് വെച്ചിരിക്കുകയാണേ. ഓക്കെ, ഒരു 2 നുള്ള് മീൻസ് ഗരം മസാല. ഇനിയാണ് നമ്മുടെ സാറ്. ഒരു 3/4 ടീസ്പൂണേ ഞാൻ കുരുമുളക് പൊടി ഇടുന്നുള്ളൂ. ഇത്രയും മസാലകളെ നമ്മൾ ചേർക്കുന്നുള്ളൂ, വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. മീൻസ് എരിവ് വളരെ കുറവായിരിക്കും, അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്തിന് മാറണം. ഈ നമ്മളിട്ട കുരുമുളകിൻ്റെയും ഗരം മസാലയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചക്കുത്തൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ നമ്മുടെ തക്കാളി ഇതിനകത്തേക്ക് തട്ടാം. തക്കാളി ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മീൻസ് അധികം ഇതുണ്ടാവത്തില്ല. ഇതൊരു മീഡിയം സൈസുള്ള തക്കാളി, ഒരു തക്കാളിയാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വേഗം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാമേ. കഴിഞ്ഞു. അതായത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഓക്കെ, ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഇതൊന്ന് റെഡി ആവാൻ നേരത്തേക്ക് നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഓക്കെ, ഒന്ന് അടച്ചിരിക്കട്ടെ. ഫൈൻ. അപ്പോൾ അതൊന്ന് ചെറുതീയിൽ മീഡിയം തീയിലൊന്ന് ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഏകദേശം ഇതാ വഴന്നു വന്നിട്ടുണ്ട്. ഈ കറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെന്താ, കറിയല്ല, ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരവസ്ഥയിലുള്ളൊരു കറിയല്ലേ. അപ്പോൾ ഇതൊരു ഫീലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഓട്സിൻ്റെ കൂടെ നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലെയിനായിട്ട് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മൾക്കൊക്കെ പേഴ്സണലി ഇഷ്ടം കുറച്ച് മസാലയും കുഞ്ഞെരിവും ഒക്കെ ഉള്ള സംഭവങ്ങളല്ലേ നമുക്കിഷ്ടം. അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്, ഹെൽത്തിയാണ് കേട്ടോ. വേറെ ഒന്നും നമ്മൾ അല്ലാത്തതൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇപ്പോൾ ജോലിക്കാർക്ക്, തന്നെ താമസിക്കുന്നവർക്ക്, ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. ഇത്തിരി ചെയ്ത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ തലേദിവസം ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസത്തേക്കും ഇതൊന്നും ആവത്തില്ല. അതായത് നമ്മൾ വേറെ തേങ്ങാപ്പാലോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ഇതിനകത്ത് ഇറച്ചിയിലൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ ആണ് ഇനി മെയിൻ നമ്മുടെ ഇതിനകത്തെ സ്റ്റാറിനെ ചേർക്കാൻ പോകുന്നത് ഇറച്ചി. ഇത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഞാൻ ബീഫ് കൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ, ചിക്കൻ കൊണ്ടാണ്. ചിക്കൻ അതായത് ബോൺലെസ് ആയിട്ടുള്ള പീസാണ് ഇത് ആക്ച്വലി. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. വേവിച്ച് അതിന് ഇതാ ഇങ്ങനെ ചിക്കൻ നമ്മൾ ഇടത്തില്ലേ അതുപോലെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് വേവിച്ചിട്ട് അതിനെ ഞാനിതാ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയത്. ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഏകദേശം ഇനി ഈ ചിക്കൻ കൂടി ഇട്ടാൽ മതി, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ചിക്കൻ നമുക്കിതിലേക്ക് തട്ടാം. ഓക്കെ, നമ്മുടെ ചിക്കനെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അവിടെ എന്താണ് അടിയാ? ഇങ്ങനെയാണ് കളിക്കണത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ നല്ലോളിത്തരെന്നാ പറഞ്ഞേനെ, കട്ട അടിയെന്ന്. അത് ഞാൻ പറയിക്കണോ? അപ്പം നമ്മുടെ ഈ ചിക്കനും ഈ മസാലയും എല്ലാം കൂടെ ഒന്നും കൂടെ, ചിക്കൻ ആക്ച്വലി ഇപ്പോൾ തണുത്തിരിക്കുകയായിരിക്കും, ഞാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പം അത് തണുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് കറക്റ്റായിട്ട് എത്തണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചേക്കാം. അമ്മ എന്താണോ? ഓക്കെ, ഓക്കെ. അപ്പം ഞാനിതാ ഏകദേശം നമ്മുടെ ഈ മസാലയും ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകുന്ന വരെ നല്ല തീയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ ചില ആളുകൾ ഇറച്ചി കഴിക്കുമ്പോൾ, ചിക്കൻ കഴിക്കാത്ത ആളുകൾക്ക് നമുക്ക് ഈ സമയം എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത പോലെ ഇതിനകത്ത് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റാണ്.
ഇനി ഇതൊന്നും കഴിക്കാത്ത ആളുകൾക്ക് എന്താ പറയുന്നത്, ഇതിലൊരു മഷ്റൂമും കൂടെ ചേർത്തിട്ടാണ് ഇതിനോട് ചേർത്താൽ നല്ലതായിരിക്കും. സെയിം മസാലയിൽ തന്നെ നമുക്ക് മഷ്റൂം ചേർക്കാം. വെജിറ്റേറിയൻസാണ് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതിനോട് ചിലപ്പോൾ മഷ്റൂം കൂടി ഇടാറുണ്ടായിരുന്നു. ഇനി എനിക്ക് മഷ്റൂം കഴിഞ്ഞിരിക്കുക, അതുകൊണ്ട് മഷ്റൂം ഇട്ടിട്ടില്ല. ഒട്ടും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ മഷ്റൂം എന്ന് പറയുന്നത്. മഷ്റൂം ഇട്ടാൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. പിന്നെന്താ, മഷ്റൂം ഇതും ചിക്കനും മഷ്റൂമും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് മല്ലിയില. ഓക്കെ, മല്ലിയില കുറച്ച്, ഇതിപ്പോൾ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ചേർന്നു. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് ഇതിനകത്തേക്ക് ഞാൻ തവീര് ഇവിടെ പിടിച്ചാണ് നമുക്ക് ഓരോരോ ശീലങ്ങളിൽ. ഓക്കെ, അപ്പോൾ അത് ഏകദേശം ഒന്ന് റെഡിയായി. നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഇവരെ എല്ലാ ആരെങ്കിലും വേവിക്കാം. ഓക്കെ, മൂടി വെക്കണം. ഓക്കെ, പാപ്പൂട്ടാ എന്ത് പറ്റി? ഓർജുട്ടിനെ ഓടിച്ചു വിട്ടാ അവിടുന്ന്? ഓർജുട്ടാ, പാപ്പൂട്ടിനോട് കളിക്കാൻ കൂട്ട്. അവന് വിഷമാവുന്നുണ്ടേ, മിണ്ടൂല പിന്നെ അവൻ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ മസാല റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. എനിക്കത് ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ചേർത്ത ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും. ഒന്നുമില്ല, ഇത് ഒറിഗാനോ ആണ്. ഒറിഗാനോ നമ്മൾ പിസയുടെയൊക്കെ ടോപ്പിങ്സിലിടില്ലേ, അത് വളരെ കുറച്ച് മതി, ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം. അതിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും. ഓക്കെ, കേട്ടെ പാപ്പു, എൻ്റെ ഇവിടെ നിന്ന് മാറി കിടക്ക പാപ്പൂട്ടാ. അറിയാണ്ട് വല്ല ചവിട്ട് വല്ല ചെയ്യട്ടോ അമ്മ. മാറിക്ക അവിടുന്ന്. ഇവിടെ നിലത്ത് കിടക്കാണ് ആൾ, എൻ്റെ കാലിൻ്റെ അവിടെ. വാ കുഞ്ഞാ, കുഞ്ഞു അവിടുന്ന് മാറി നീ. ഓക്കെ, നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഇതിനകത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. എരിവ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് അതനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഇഷ്ടം എരിവ് വളരെ കുറച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മാത്രം എരിവ് ഇട്ടിരിക്കുന്നത്. പക്ഷെ മുളക് പൊടി ഒന്നും ഇടരുത്, കുരുമുളക് പൊടി തന്നെ ഇട്ടാൽ മതി. ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത് നോക്കിയിട്ട് അവിടെ അടി കുക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ശരിക്കും ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. മൂത്തിട്ട് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ട് ആ കുരുമുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. നമ്മുടെ കറി റെഡിയായി. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പ് വേണം. ഉപ്പ് കുറവാണ്, കാരണം ഞാൻ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. മസാലയ്ക്ക് അതായത് നമ്മൾ ഉള്ളിക്കകത്ത് വളരെ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. ഞാൻ പൊതുവെ ഉപ്പ് വളരെ പേടിച്ചിരുന്ന ഒരാളാണ്. കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും, പക്ഷെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നോക്കി 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 ഇടാറുള്ളൂ. പണ്ടൊക്കെ സ്ഥിരമാകത്ത പറ്റുമായിരുന്നു. ഇപ്പം ആ ഭക്ഷണം അങ്ങനെ കളഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. കഴിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉപ്പ് ഞാൻ വാരി ഇട്ട് കളഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പോൾ ഇപ്പം മനസ്സിലായി, ഉപ്പ് പയ്യെ നോക്കി സൂക്ഷിച്ചിട്ടാൽ ഒളിക്കും എന്ന് മനസ്സിലായി. ഓക്കെ, ഏകദേശം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിതാ ഒന്നും കൂടെ ഫൈനലായിട്ട് സെറ്റായിട്ടുണ്ട്. ഉപ്പൊന്നും കൂടെ നോക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് അടച്ചു വെക്കണം. അപ്പോൾ കറക്റ്റ് അതിൻ്റെ മസാലയെല്ലാം കൂടെ ഒന്നും കൂടെ ഇരുന്ന് കഴിയുമ്പോൾ പിടിക്കും ഇറച്ചിയല്ല. അപ്പോൾ അതുകൊണ്ട് ഫൈനലി ഒന്നുകൂടെ നോക്കണം. ഓ പൊളി. എനിക്ക് തീരുമാനം പരിപാടിയാണ് ഭക്ഷണം ഉണ്ടാക്കി സ്വന്തമായിട്ട് അഭിപ്രായം പറയാനുള്ളത്. ഇത് തവണയല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടേക്കണേ. ഇത് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കിട്ടുവാണെങ്കിൽ അതാട്ടോ നല്ലത്. അതാകുമ്പം കുട്ടികൾ കൊടുക്കുമ്പോൾ കടിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ മേടിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി ബോണുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലേ. പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുക്കിംഗ് കലാപരിപാടി ഞാൻ തൽക്കാലത്തേക്ക് നിർത്താൻ പോവാണ്. വേറെ ഒന്നുമില്ല.
ഇനി കുഞ്ചൂസുകൾക്ക് ഫുഡും കൂടെ കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. എൻ്റെ ഇന്നത്തെ ദിവസം തീരാൻ പോവുകയാണ്. ഇനി പുതിയ ദിവസത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ചിന്തകളിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ഒരാളാണ്. അപ്പ പറയുന്നത് എൻ്റെ അച്ഛൻ പറയും, കട്ട പറഞ്ഞാൽ കാണുന്ന പടം. ആ പടം എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അത് നല്ല രസമുള്ള പ്രയോഗമായതുകൊണ്ട് കിടക്കട്ടെ. കട്ട പറഞ്ഞാൽ കാണുന്ന പടം. എന്ത് പ്രശ്നങ്ങളെ നമ്മളങ്ങനെ സമീപിച്ചാൽ വലിയ പ്രശ്നമില്ലാതിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പിള്ളേർക്കൊന്ന് ഫുഡ് കൊടുക്കട്ടെ. അതിനൊന്ന് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കണം. അത് കഴിഞ്ഞാൽ പിള്ളേഴ്സിന് ഫുഡ് കൊടുത്തു തുടങ്ങി. സിംഹ പിന്നെ അവിടെ ഇരിക്കുന്നിടത്ത് കൊണ്ട് കൊടുത്താലേ കഴിക്കുകയുള്ളൂ. അവൾ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. അമ്മയുടെ കുറിച്ചി കഴിച്ചാ? കുറിഞ്ചിപ്പെണ്ണ് കഴിച്ചോടി? അമ്മയുടെ പൊന്നുമണി കഴിച്ചോ? പറ അമ്മയുടെ പൊന്നു കഴിച്ചാ? ശിങ്ങിണി വാവാ, അമ്മ ശിങ്ങിണി വാവ പെണ്ണോ. അവൾ ഇരിക്കുന്നിടത്ത് ഭക്ഷണം കൊണ്ട് കൊടുത്താലേ അവൾ കഴിക്കുകയുള്ളൂ. ശരി പമ്പുരിപ്പെണ്ണ് രാജകുമാരി. ഇനി ഇതാ കുഞ്ഞുമക്കൾ ഫുഡ് കഴിക്കണം. കുഞ്ഞുമക്കൾക്ക് സെക്ഷൻ തിരിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും കഴിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. അമ്മ പിന്നെ മിച്ചമുള്ളതെല്ലാം കഴിച്ചു തീർത്തോളൂ. ഇനി അപ്പടം ഷേർഖാനും മസ്താനും. യേസ്, അപ്പോൾ ഇതാ കുഞ്ഞുമക്കൾ ഫുഡ് കഴിക്കുകയാണ്. എട്ടില്ലല്ലോ, ലൈറ്റ് ഇടാം. ഓക്കെ ബേബി. എന്ത് ബേബി? ഇങ്ങോ. ഞാൻ സത്യം പറഞ്ഞാലേ മസ്താന് ഫുഡ് കൊടുത്തപ്പോഴാണ് ഓർത്തത് ഫുഡും കൂടെ കൊടുക്കുന്നത് കാണിക്കണ്ടേ. ഞാൻ ഡേ ഇൻ മൈ ലൈഫല്ലേ, പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം കാണിക്കണ്ടേ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇതാ മസ്തൂട്ടന് കൊടുത്തതിന് ശേഷമാണ് ഓടിയത്. കുഞ്ചു, മസ്തുക്കുട്ടാ, അഞ്ചമ്പ വിളിച്ചപ്പം എൻ്റെ കൊച്ചു വിളി കേൾക്കും. ഇങ്ങ തന്നില്ലേ മമ്മ? ഇങ്ങ തരാണ്ട് ഓടിയാ? എന്ത് പറ്റി? ഇങ്ങ തന്നില്ലേ എൻ്റെ പൊന്നിന്? അയ്യോ, ഇങ്ങ തരാണ്ട് മമ്മി ഓടിയാ എൻ്റെ കൊച്ചിന്? ഇങ്ങ തരാണ്ട് അങ്ങോട്ട് ഇറങ്ങണ്ട, അങ്ങോട്ട് ഇറങ്ങണ്ട. അയ്യോ, എവിടെ പോണേ എൻ്റെ പൊന്നുമോൻ? ചൊച്ചോ, ഇവിടെ ചേട്ടൻ കാണാത്തത് എൻ്റെ പൊന്നെ. ഇപ്പം അടി നടന്നാൻ ഇവിടെ ഗംഭീര അടി. പോ, അത് പോ. വേണ്ട, അത് പോ കുഞ്ചു. ഇങ്ങ വേണ്ട, അതിലല്ല നമ്മൾ കഴിക്കാറുള്ളത്. നമ്മൾ എവിടെയാണ് കഴിക്കാറുള്ളത്? നോ, അവിടുത്തെ കഴിക്കാറില്ല. നോ, നമ്മൾ കഴിക്കുന്ന എവിടെയാണ്? നമ്മുടെ പാത്രത്തിൽ നിന്നാണ് നമ്മൾ കഴിക്കാറുള്ളത്. നമ്മൾ ഈ ഫുഡിൽ നിന്ന് എടുത്ത് കഴിക്കാറില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വെയിറ്റ്. അമ്മ ആ പാത്രം ഒന്ന് കഴുകട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യണേ. വെയിറ്റ്. അമ്മ ഇപ്പം ഇങ്ങ് തരാം എൻ്റെ കൊച്ചിന്. ഓക്കെ. എൻ്റെടാ കുട്ടാപ്പി. ഓച്ചോ, അതെ അമ്മയുടെ കുഞ്ചാപ്പി എവിടെ പോയതായിരുന്നു? നമ്മുടെ ചക്രമുറ്റ് ഇവരെ പോയിരുന്നു നമ്മുടെ ചെറുക്കൻ. വാതിൽ തുറന്ന ഉടനെ ഇങ്ങോട്ടാ ഓടിയത് കുഞ്ചു? ഞാൻ വിചാരിച്ചൊരു കട്ട അടി നടക്കണം. മസ്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ പ്ലേറ്റ് ഇപ്പോൾ കഴുകി കൊടുത്തില്ലെങ്കിൽ എൻ്റെ കൊച്ചു വയലൻ്റ് ആവും. നോ, നമ്മൾ അതിൽ നിന്ന് കഴിക്കുമല്ലോ. ദേഷ്യം പറഞ്ഞിട്ടവന് അങ്ങനെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ പാത്രത്തിൽ നിന്ന് മാത്രമേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ കൊച്ചു വെയിറ്റ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. കുഞ്ഞോന് ഇങ്ങ കഴിക്കാൻ സമയമായി. അവൻ കറക്റ്റ് ഇങ്ങ. അതല്ല, ഇതവളുടെ ഫുഡ്. ബാ ഇവിടെ വാ എൻ്റെ കൊച്ചു വാ. നമ്മുടെ കുഞ്ചു വാ. അപ്പോൾ അവൾക്കൂടെ ഫുഡ് കിട്ടിയെന്ന് ഉറപ്പിച്ചാലൊക്കെ എൻ്റെ കൊച്ചു കഴിക്കുള്ളൂ. ഇല്ല, കഴിഞ്ഞു. രണ്ടാൾക്ക് ഫുഡ് വെച്ചമ്മ. ഗുഡ് ബോയ്യാ. അച്ചോടാ ശേരിക്കുട്ടാ. നമ്മുടെ ശേരിക്കുട്ടനാണ് ഇത്, നമ്മുടെ ശേരിക്കുട്ടൻ. നിലാമ്മ എന്താ കറങ്ങി അടിച്ച് കിടക്കണേ? ചിക്കനെ ശരു അമ്മ പോട്ടെ. ഡേ കറങ്ങി അടിച്ചിടക്കാം. ഫുഡ് കഴിക്കണ പെണ്ണേ. അപ്പോൾ കുഞ്ചൂസുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പാതിരാത്രിയായി. ഇങ്ങനത്തെ കുറേ കലാപരിപാടികളിലൊക്കെ ആയിരുന്നു. അപ്പം വീട്ടിലായിരിക്കുമ്പോൾ മിക്ക സമയം ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാനോ. ഇപ്പോൾ ഇവർക്കുള്ള മീറ്റൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നാളെ വീണ്ടും അത് മേടിക്കാൻ പോകണം. അപ്പോൾ എന്താ കുഞ്ചൂസുകൾ രണ്ടുപേരും ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കൈ എന്താ കഴിക്കണേ? ഇവിടെ കാണാൻ കുഞ്ഞുമക്കളെ, നമ്മുടെ കുഞ്ചൂസുകളെ
ഓക്കെ, അപ്പോൾ കുഞ്ചുമക്കൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് ഫ്രഷപ്പായിട്ട് ചാച്ചണം. അപ്പോൾ എന്താ, വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ടാറ്റ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ വഴി അറിയിക്കാം. ഓരോന്നോരോന്നായിട്ട് ഓരോരോ വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ടാറ്റ.